ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്തങ്ങൾ അകന്ന
പരിശുദ്ധനാ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും നിന്റെയും ദേവന്മാരാന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായത്തിൽ നിന്നും നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചു ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളിലെയോ അല്ല ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നോ? നിങ്ങളോട് എന്തു പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഞാനിതിൽ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിയാകുന്ന വലിയ കർത്താവിന് എഴുപ്പീൻ. കാഴ്ചകൾ എടുത്ത് തന്റെ വിശുദ്ധീ അലങ്കാരത്തിൽ പ്രവേശിച്ച് വിശുദ്ധീ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വാചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ.
നിന്റെ വിശുദ്ധ എവങ്കേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധയുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരാവിധം. ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസിന്റെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ് ദർശനമായി തോമസ് ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, സദായി, ശിമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കറിയോത്തായ യൂദാ. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുകയും നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ദുഷ്ടരോഗികളെ ശുദ്ധമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുക്കുകയും മനുഷ്യരെയും പൊന്നും വെള്ളിയും ചെമ്പും വഴിക്കാ പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരത്തിന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ നടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർക്കെന്ന് അന്വേഷിക്കുകയും പുറപ്പെടുവോളും അവിടെ തന്നെ പാർക്കുകയും ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുകയും വീട്ടിന് ആ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് പറയുന്ന സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളെ കേൾക്കാതെയും പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ കുടി തട്ടിക്കളവേയും. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സ്വതോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാവുന്നതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാ ജീവന
ബാറിക്കുമോ സ്തോമൻ കാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദരിസും വീഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളുടെ ധരിച്ചവരെ ഇഷ്ടമുള്ളവനും കുറ്റക്കാട് രക്ഷയ്ക്കായി വാഞ്ചിച്ചിരിക്കുന്നവനും വിളിപ്പേ ജനത്തിനും പറയുമെന്നും മുട്ടുവേൻ ഞാൻ തുറന്ന എന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന നിങ്ങളുടെ പാപങ്ങളും ആവശ്യങ്ങളും ക്ഷമിക്കുമെന്നും അരുളി ചെയ്തവനുമായതെനിക്ക് ദൈവികമായ ഈ സ്വാത്രയാഗം ഗുണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായച്ചില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ചു നല്ലവനെ ചെയ്തു നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ് നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വവുമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ആത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാൻ മഞ്ഞ് ഞങ്ങളുടെ മേൽ നിപൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായ ഞങ്ങളെ കർത്താവായി ഞങ്ങളുടെ രാജാവായ യേശുമിശിഹായെ ഞങ്ങൾക്ക് ആ പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്ത ഞങ്ങളെ സഹായത്തിനും തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകലശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായിച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാവുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന്റെ ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തന്റെ ആടുകൾക്കു വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയുടേനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകെട്ടാം ഞാനായിരിക്കേ. നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന ക്രൂബേന്മാരോടും നിനക്ക് ഗാദീശ പാടുന്ന ശ്രാബേന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ.
കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നിന്റെ ജനത്തിന്റെ മേൽ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിൽ മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാട് കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്നും മായിച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങൾ കൃപാനുകൾ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ അന്യായത്തിൽ ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്കി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം അപ്രകാരം തന്നെ എന്നർത്ഥം വരുന്ന ആമേൻ എന്നുത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്നോ വന്ധ്യപിതാവിന്റെ പിന്നാലെ ചൊല്ലണം. സർവശക്തനായ ദൈവത്തിന്റെ സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കാം. കൺവെൻഷൻ ഗീതങ്ങൾ 82-ാമത്തെ ഗീതം പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കാം. കൺവെൻഷൻ ഗീതങ്ങൾ 82.
പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ വിശുദ്ധ ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം നീ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. നിന്റെ സന്നദ്ധയിലേക്ക് നീ ഞങ്ങളെല്ലാവരെയും കൂട്ടി വരുത്തിയിരിക്കുന്നുവല്ലോ. ഈ സ്തോത്ര കാഴ്ചകളെ അർപ്പിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുന്നതോടൊപ്പം ഞങ്ങളെയും സ്വീകരിച്ച് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും നിനക്കായി ജീവിപ്പാൻ നിന്റെ നാമമഹത്വത്തിനായി നിൽപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ഈ ശുശ്രൂഷയിൽ തിരുവചന പ്രഘോഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് പോൾ അച്ഛനാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജേക്കബ് പോൾ അച്ഛൻ ഷൊർണൂർ, ചേലക്കര എന്നീ ഇടവകകളുടെ വികാരിയായി സേവനം ചെയ്യുന്നു. കഴിഞ്ഞ 26 സംവത്സരങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട ജേക്കബ് പോൾ അച്ഛനിലൂടെ ലഭ്യമായി. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം അതേറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ബഹുമാനപ്പെട്ട ജേക്കബ് പോൾ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ദൈവനാമത്തിന് മഹത്വം. ഏറ്റവും അനുഗ്രഹീതമായ ഈ പ്രത്യേകമായുള്ള ശുശ്രൂഷയിൽ ഇപ്രകാരം പ്രിയപ്പെട്ട ബിജു ഷമാഷിനെയും ജെയിംസ് ഷമാഷിനെയും ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുവാനും ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും എനിക്ക് ലഭിച്ച ഈ പ്രത്യേകമായുള്ള സമയത്തെ വളരെ സന്തോഷത്തോടെ വിനയത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ദൈവം അതിനെ ശക്തീകരിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ഈ പ്രത്യേകമായുള്ള ശുശ്രൂഷ നൽകത്തക്കവണ്ണം ഇതിനെ നിയോഗിച്ച അഭിവന്യ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനിയോടുള്ള നന്ദി, പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. അഭിവന്യ തിരുമേനി തൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ചെയ്യുന്ന പട്ടംകുട ശുശ്രൂഷയിൽ ഒന്ന് സമ്മതിപ്പാനിടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേനിയുടെ ശുശ്രൂഷ എല്ലാ തരത്തിലും സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ലളിത ജീവിതത്തിൻ്റെ ഉടമയായി സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്തോടുകൂടെ അഭിവന്യ തിരുമേനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വിധത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അഭിവന്യ യാഖീം മാർ കുർലോസ് എപ്പിസ്കോപ്പ തിരുമേനി ഇന്ന് ഈ ആരാധനയിൽ നമുക്ക് നേതൃത്വം നൽകുന്നു. അഭിവന്യ തിരുമേനിയോടൊപ്പം അടൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചത് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. തിരുമേനി ആദ്യമായി ഇതുപോലെ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ച് അവിടെ വന്ന് ഞങ്ങളോടുകൂടിയൊക്കെ താമസിച്ച് വളരെ സ്നേഹവും കരുതലും തീർത്തുല്യമായി നൽകിയത് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അഭിനന്ദ തിരുമേനിയുടെയും എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. സഭയ്ക്ക്, സമൂഹത്തിന്
പുതിയ ഊർജം നൽകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വളരെ ഭംഗിയായി ഈ ശുശ്രൂഷ ക്രമീകരിച്ച ഇടവക വികാരി അജേഷനോട് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥന സെക്രട്ടറി അച്ഛൻ, മറ്റായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എല്ലാവരും തന്നെ വളരെ പ്രഗത്ഭരും വളരെ കാര്യശേഷിയുള്ളവരുമാണ് എന്നുള്ളത് ഓർത്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ ഹോശാന ബൈബിളിൻ്റെ വേർഷനാണ് ഞാൻ വായിക്കുന്നത്. ഈ കാര്യങ്ങൾ നീ അനുശാസിക്കുക, പഠിപ്പിക്കുക. ചെറുപ്പമാണെന്ന കാരണത്താൽ ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. സംസാരത്തിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതം പരസ്യമായി വായിക്കുന്നതിലും സുവിശേഷ പ്രസംഗത്തിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കുക. പ്രവാചക വചനം മൂലവും മൂപ്പന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് ലഭിച്ചിരിക്കുന്ന വരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, ഇവയിൽ അർപ്പിതനാകുക. അങ്ങനെ എല്ലാവരും നിന്റെ വളർച്ച ദർശിക്കട്ടെ. നിന്നെ തന്നെയും നിന്റെ പ്രബോധനത്തെയും ശ്രദ്ധിച്ചുകൊള്ളുക, അവയെ മുറുകെ പിടിക്കുക. അതുവഴി നീ നിന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും.